യൂറോപ്യൻ യൂണിയനും ആവശ്യപ്പെടുന്നു നമ്മളോട് തീരുവ ഗണ്യമായി കുറയ്ക്കണമെന്ന്. ട്രംപ് എംപി അതാവശ്യപ്പെട്ട് നമ്മളതിന് നടപടികൾ തുടങ്ങുന്നു എന്ന വാർത്തകളൊക്കെ പുറത്തു വരുമ്പോഴാണ് യൂറോപ്യൻ യൂണിയൻ്റെ പ്രസിഡൻറ്റ് ഉർസുലയും ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇന്ത്യ യൂറോപ്യൻ ഉൽപ്പന്നങ്ങൾ ഇറക്കുമതി ചെയ്യുന്നതിൻ്റെ തീരുവ കുറയ്ക്കണമത്രേ. സമ്പദ്ഘടന ആഗോളമായി വളരുമ്പോൾ വലിയ നേട്ടങ്ങൾ എല്ലാ രാജ്യങ്ങൾക്കും ഉണ്ടാകുമ്പോൾ ഇന്ത്യ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഫലത്തിൽ നമ്മൾ അഭിമാനം കൊള്ളുകയും നമ്മളോടൊപ്പമുണ്ടെന്ന് വിശ്വസിക്കുകയും ഒക്കെ ചെയ്ത് എന്ത് വൃത്തികേടുകൾക്കും കൈയടിച്ചുകൊണ്ടിരുന്ന യൂറോപ്പും അമേരിക്കയും ഒക്കെ കൈവിടുമ്പോൾ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളാവും ഒരുപക്ഷെ നമുക്ക് താങ്ങും തണലുമാകാൻ പോകുന്നത് എന്ന ആ ചരിത്രപരമായ പാരമ്പര്യം വീണ്ടും ആവർത്തിക്കപ്പെടും എന്നാണ് ഇപ്പോൾ തോന്നുന്നത്. അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ? അതും ഈ രാജ്യങ്ങളുടെയൊക്കെ ഒരുപാട് ഫാൻസ് അസോസിയേഷനുകൾ സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ ഇരുന്ന് അതിശക്തമായി ട്രംപിനും യൂറോപ്യൻ യൂണിയനും ഒക്കെ കൈയടിക്കുമ്പോൾ നമ്മുടെ രാജ്യത്തോട് എന്തേ ഇങ്ങനെ കാണിക്കുന്നതെന്ന് ഒരു ചെറിയ ശബ്ദത്തിലെങ്കിലും ആരെങ്കിലും ചോദിക്കേണ്ടതല്ലേ? അത് കേൾക്കാനേ ഇല്ല. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ഇന്ത്യ വലിയൊരു കമ്പോളമാണ്. 140 കോടി ജനങ്ങൾ ഇങ്ങനെ എന്തും തിന്നാനും എന്തും ഉപയോഗിക്കാനും ഒക്കെ തയ്യാറായി നിൽക്കുന്ന ഒരു വലിയ കമ്പോളം എന്ന് പറയുന്നത് നിങ്ങളൊന്ന് സങ്കല്പിച്ച് നോക്കൂ. ഒരു 5000 ആൾ വരുന്നൊരു മാർക്കറ്റാണെങ്കിൽ പോലും ആ മാർക്കറ്റിൻ്റെ സ്ഥിതി എന്താ? ആ സ്ഥാനത്താണ് 140 കോടി ജനങ്ങൾ ഇങ്ങനെ കിടക്കുന്നത്. അപ്പോൾ നമ്മൾ മാത്രമേ ഉള്ളൂ എന്ന് ചിലർ ചോദിക്കും. ഇല്ല, അതിൻ്റെ അപ്പുറത്ത് ചൈനയുണ്ട്. പക്ഷേ ചൈനയിലെങ്ങും ഒരു തുരുമ്പും കൊണ്ട് ആർക്കും ചെല്ലേണ്ട കാര്യമില്ല. കാരണം അവർ മതിയാവോളം ഉണ്ടാക്കി പിന്നെ വിദേശത്തേക്ക് അയക്കുകയാണ്. നമ്മളിവിടെ ഉണ്ടാക്കുന്നുണ്ട്, അതൊന്നും ഈ പറയുന്ന സംഗതിയല്ല. നമ്മൾ യൂറോപ്യൻ രാജ്യങ്ങൾക്കും മറ്റുള്ളവർക്കുമൊക്കെ നല്ലൊരു കൺസ്യൂമർ സ്റ്റേറ്റാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വരുമാനം ആയുധക്കച്ചവടമൊന്നുമല്ല, ഈ കമ്പോളത്തിൽ ഇറക്കുന്ന സാധനങ്ങളുടെ മേൽ നമ്മൾ ചുമത്തുന്ന തീരുവയാണ്. ആ തീരുവ കൂടി ഒഴിവാക്കിയാൽ പിന്നെ നമ്മുടെ ഇവിടുത്തെ പല കടകളും ഉൽപ്പാദന കേന്ദ്രങ്ങളും സ്മോൾ ഇൻഡസ്ട്രീസും ഒക്കെ പൂട്ടേണ്ടി വരും. അതിനെ ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഈ തീരുവ കൂട്ടി വച്ചിരിക്കുന്നത്. ഇത്രയും നാളും അത്തരം തീരുവ കുറയ്ക്കുന്നതിനെക്കുറിച്ച് ആരും ഒന്നും പറഞ്ഞിരുന്നില്ല. എന്നാലിപ്പോൾ സാക്ഷാൽ ട്രംപ്, പ്രത്യേകിച്ച് നമ്മുടെ പ്രധാനമന്ത്രി സന്ദർശനം നടത്തുന്ന വേള മുതൽ ഇങ്ങോട്ട്, അതിനു മുമ്പും അയാൾ വന്നതിന് ശേഷം തുടർച്ചയായി നമ്മുടെ രാജ്യത്തെ ആക്ഷേപിക്കുകയും നമ്മളെന്തോ അമേരിക്കയെ കൊള്ള ചെയ്യുന്നത് പോലെ ചെയ്യുന്നു എന്ന തരത്തിലൊക്കെയാണ് പറയുന്നത്. തീരുവ കുറയ്ക്കാൻ ആവശ്യപ്പെട്ടെന്നും ഇല്ലെങ്കിൽ ഞങ്ങളും കൂട്ടുമെന്ന് പറഞ്ഞപ്പോൾ ബ്രിക്സ് രാജ്യങ്ങളെല്ലാം പേടിച്ചോടിയെന്നുമൊക്കെ ആ ഡമ്പനിരുന്ന് തട്ടിവിടുന്നുണ്ടായിരുന്നു. അതിനിടയിലാണൊരു വാർത്ത വന്നത്, പുള്ളി ഇതൊക്കെ കുറയ്ക്കാൻ നമ്മൾ ഒരുങ്ങുന്നു അത്രേ. അങ്ങനെ ഒരുങ്ങുന്ന വാർത്ത പുറത്തു വന്നതോടുകൂടിയാണ് ഇപ്പോൾ യൂറോപ്യൻ യൂണിയനും സമാനമായ ആവശ്യവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. അങ്ങനെ അമേരിക്കയ്ക്ക് കുറച്ച് കൊടുക്കാമെങ്കിൽ ഞങ്ങൾക്കും കുറച്ച് വേണമെന്നാണ് പറയുന്നത്. യൂറോപ്യൻ യൂണിയൻ്റെ പ്രസിഡൻറ്റ് ഉർസുലയാണ് അത് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അവരിപ്പം നമ്മളുമായിട്ടുള്ള ചർച്ചയ്ക്ക് ഇങ്ങോട്ട് വരാൻ തയ്യാറായി റെഡിയായിരിക്കുകയാണത്രേ. അതിന് മുന്നോടിയായിട്ടാണ് ഈ ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത്. ചുരുക്കത്തിൽ നമ്മുടെ പള്ളയ്ക്കടിക്കാൻ അവർ കൈയടിച്ച് തീരുമാനിച്ചിരിക്കുകയാണ്. ഇതിൻ്റെ ഇടയിലാണ് നമ്മുടെ സാമുലച്ചാൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ആഗോള ഭീകര രാജ്യമായ നമ്മുടെ രവിചന്ദ്രനൊന്നും തീരെ ഇഷ്ടപ്പെടാത്ത ഖത്തറിൽ നിന്ന് അതിൻ്റെ അമീർ നാട്ടിലെത്തി നമ്മുടെ പ്രധാനമന്ത്രി എല്ലാ പ്രോട്ടോക്കോളും ലംഘിച്ച് അങ്ങ് വിമാനത്തിൻ്റെ അടുത്ത് ചെന്ന് ആലിംഗനബദ്ധരായി സ്വീകരിച്ചു കൊണ്ടുവന്ന് ഏതാണ്ട് 10 ലക്ഷമോ മറ്റോ ബില്യൺ ഡോളർ മറ്റോ ഇവിടെ നിക്ഷേപിക്കുന്നു എന്ന വാർത്തയൊക്കെ വരുന്നത്. ചുരുക്കത്തിൽ എന്തെങ്കിലും തരാൻ അവരൊക്കെ ഉള്ളൂ. ആവേശപൂർവ്വം നമ്മൾ കൈയടിക്കുകയും ഭീകര രാജ്യമാക്കുകയും തെറി പറയുകയും ചെയ്തത് അവരെയാണ്. എന്നാൽ വമ്പന്മാരെന്നും കേമന്മാരെന്നും പുകഴ്ത്തുന്നത് ഈ യൂറോപ്യൻ മുതലാളിമാരെയും. അവന്മാരെ കൊണ്ട് നക്കാപ്പിച്ച കാശിൻ്റെ ഗുണമില്ല എന്നതാണ് സത്യം.